ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലോ വിത്ത് ശ്രദ്ധ. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനാണ്. ഒരു ഹെവി മേക്കപ്പ് റിമൂവ് ചെയ്ത് എൻ്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും എൻ്റെ ഫേസിൽ കാണുന്നുണ്ട്. കാജൽ പോയിട്ടില്ല, ലിപ്സ്റ്റിക്സ് കുറച്ചൊക്കെ ഉണ്ട്. ക്ലെൻസ് ചെയ്ത ഫേസ് വാട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ക്ലെൻസിങ്ങിന് യൂസ് ചെയ്യുന്നത് ഒരു ഫാർമ പ്രോഡക്റ്റാണ്. ഇത് എത്തിക്ലോയുടെ ഫേസ് വാഷാണ്. ഇതൊരു സ്കിൻ വൈറ്റനിങ് ഡീപ്പ് ക്ലെൻസിങ് ഫേഷ്യൽ ഫോമാണ്. ഒരു ഹെവി മേക്കപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു ഫേസ് വാഷ് നല്ല രീതിക്ക് നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ക്ലെൻസിങ് ഓയിലൊക്കെ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, ബട്ട് ഇതുവരെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. ബട്ട് ഇപ്പോൾ ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇതൊരു ഗുഡ് പ്രോഡക്റ്റാണ്. ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് വെറ്റ് ഫേസ് ഒരിക്കലും ഇങ്ങനെ തുടയ്ക്കരുത്. ഇറ്റ്സ് റോങ്. ഓക്കെ, എപ്പോഴും ഡാബ് ചെയ്തിട്ട് വേണം എക്സസ് വാട്ടറൊക്കെ തുടച്ച് മാറ്റാൻ. ക്ലെൻസിങ് കഴിഞ്ഞുടനെ ഞാൻ ടോണറാണ് യൂസ് ചെയ്യുന്നത്. ടോണറിനായിട്ട് ഞാൻ ടോണി മോളിൻ്റെ സെറമൈഡ് മോയ്സ്ചർ ടോണറാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ എൻ്റെ പഴയൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ടോണർ ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. സ്കിൻ എത്ര ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്നതെന്ന് നോക്കിയേ. ഇതാണ് ഈ സെറമൈഡ് ടോണർ യൂസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട്. ടോണർ യൂസ് ചെയ്തതിന് ശേഷം അടുത്തത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഐ ക്രീമാണ്. ഫോക്സ്റ്റെയിലിൻ്റെ ഐ ക്യാൻഡി ഫോമിങ് അണ്ടർ ഐ ജെൽ. ഇവിടെ കുറച്ച് സ്ക്വീസ് ചെയ്യുമ്പോൾ തന്നെ ഐ ജെൽ പുറത്ത് വരും. ആൻഡ് ഇതിൻ്റെ അപ്ലിക്കേറ്റർ നമ്മൾ ഐസിൻ്റെ താഴെ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇത് മസാജ് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഒരു നല്ല മസാജ് കൊടുക്കും. നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള ആ പഫിനെസ്സൊക്കെ മാറാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരു സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു പെൻഡുലം പോലെ മസാജ് ചെയ്യാം. ഐ ക്രീമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു റെറ്റിനോൾ ക്രീമാണ്. ഞാനൊരു 30+ ആയിട്ടുള്ള ലേഡിയാണ്. സോ റെറ്റിനോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ലേഡീസ് ഹൂ ആർ എബവ് 29. ഓക്കെ, സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഫോക്സ്റ്റെയിലിൻ്റെ തന്നെ റെറ്റിനോൾ നൈറ്റ് ക്രീം. സി, ഐ എം എ വെരി 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 ബിഗ് ഫാൻ ഓഫ് ഫോക്സ്റ്റെയിൽ പ്രോഡക്ട്സ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് ക്വാളിറ്റി എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ഫോക്സ്റ്റെയിൽ ബ്രാൻഡ്. ജസ്റ്റ് ഒരു പമ്പ് എടുക്കുക, ഇത്ര മതിയാവും. പിന്നിൽ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡാബ് ഇറ്റ് ഇൻ യുവർ സ്കിൻ. ഡോണ്ട് റബ് ഇറ്റ്, ഓക്കെ, ബട്ട് ഡാബ് ഇറ്റ്. ഈ ഡാബ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിന്നിൽ ഈ പ്രോഡക്റ്റ്സൊക്കെ പെട്ടെന്ന് ഒബ്സർവ് ചെയ്യുള്ളൂ. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കോസ്റക്സിൻ്റെ അഡ്വാൻസ്ഡ് സ്നെയിൽ റേഡിയൻസ് എസൻസ് ആണ്. ദിസ് വൺ. ഇതും ഒരൊറ്റ പമ്പ് മതി. ഇതും ഫേസിൽ ഡോട്ടായിട്ട് ഇട്ടതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ടു ദ മോയ്സ്ചറൈസർ. ഞാൻ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീൻ്റെ സെറമൈഡ് ആൻഡ് ഹൈഅലുറോണിക് ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ. ദാറ്റ് ടു കുറച്ച് ഒന്ന് എടുത്തിട്ട് ഇത്രയും മതിയാകും. ഫേസിൽ ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് മസാജ് ചെയ്യാം കേട്ടോ. നോട്ട് ഡാബിങ്, നല്ല രീതിക്ക് മസാജ് ചെയ്യാം. ഞാൻ എപ്പോഴും മോയ്സ്ചറൈസർ ഇട്ടിട്ടാണ് ഫേസൊക്കെ നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫേസിലെ ബ്ലോട്ടിംഗ് ഒക്കെ മാറും. നമ്മുടെ ഫേസിനൊരു ഷേപ്പ് കിട്ടും. ഞാൻ ഞാൻ ഇച്ചിരി നല്ല ചബ്ബി ആയിട്ടുള്ളൊരു കുട്ടിയല്ല, ലേഡി. സോ എൻ്റെ ഫേസിൽ നല്ല ഫാറ്റ്
സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയൊക്കെ മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് ഫേസ് കുറച്ചെങ്കിലും ഒരു ഷേപ്ഡായത്. സോ നിങ്ങളും ഈ മസാജ് ടെക്നിക്കൊക്കെ യൂട്യൂബ് നോക്കി പഠിച്ച് ഫോളോ ഇറ്റ്. ഓക്കെ, ഫേസ് മസാജ് ഇസ് റിയലി വെരി വെരി ഹെൽപ്ഫുൾ. മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കഴിഞ്ഞു. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ലിപ് ബാമാണ്. ദിസ് വൺ. ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ബ്രൈറ്റനിങ് ലിപ് ബാമാണ്. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ലിപ്പിൽ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു കേട്ടോ. അത്രേ ഉള്ളൂ. സോ ഇതാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് എബവ് ഓൾ ആ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യാൻ മറക്കല്ലേ, എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.